കേരള രാഷ്ട്രീയത്തിന് കെ ടി ജലീലിനെ ഇനി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തനായ നേതാവിനെ പരാജയപ്പെടുത്തി അസംബ്ലിയിൽ വന്ന അദ്ദേഹം ഈ കഴിഞ്ഞ ടേമുകളിലൊക്കെ 2006 മുതൽ 2026 തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുണ്ട്. 2026 കെ ടി ജലീൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ കെ ടി ജലീൽ ഒരു വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ ദീർഘകാലത്തെ നിയമസഭാ പ്രവർത്തനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത പ്രവർത്തനം, വളരെ അടുത്ത പ്രവർത്തനത്തിന്റെയും അതിന്റെ ഒരു ദാർശനികൻ എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട് പിണറായി വിജയൻ സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുള്ള 2 പ്രധാന യാത്രകളുടെ ഏറ്റവും ചുരുങ്ങിയ 10ൽ ഒരാളായി അതിന്റെ ജാഥാംഗമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കെ ടി ജലീൽ. അപ്പൊ കെ ടി ജലീൽ ഈ അടുത്താണ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് അദ്ദേഹം ആദ്യമായി പരാജയപ്പെട്ടതിന് ശേഷമാണ് കെ ടി ജലീൽ CPIMന്റെ അംഗത്വം എടുക്കുന്നത്. അപ്പൊ ഇതുവരെ എല്ലാവരും ചോദിക്കുന്നത് CPIMൽ ഇതുവരെ അദ്ദേഹം അംഗമായിരുന്നില്ലേ എന്നായിരുന്നു ചോദ്യം. അതായിരുന്നില്ല. ഇനി അതും വല്ലൊരു ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും CPIMൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം CPIMൽ മെമ്പർഷിപ്പ് എടുക്കാമോ? അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു പാർട്ടിയാണോ CPIM എന്നറിഞ്ഞൂടാ. കെ ടി ജലീൽ ഒരു പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, MLA ആയിരുന്നു. കെ ടി ജലീലിന്റെ ഭാര്യയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അടുത്ത അദ്ദേഹം അവർ പ്രവർത്തിക്കേണ്ടായോ? അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം വരുമ്പോൾ അവരുടെ അങ്ങനത്തെ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാവുന്ന രീതിയിലേക്ക് CPIM മാറിയിട്ടുണ്ടോ? അറിഞ്ഞൂടാ. ഏതായാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തു എന്നാണ് പറയുന്നത്. അതിലും ആർക്കും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കെ ടി ജലീൽ അംഗത്വം എടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അംഗത്വം എടുക്കുന്നു, അതൊരു അഭിപ്രായ വ്യത്യാസം. പക്ഷെ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ എന്താട്ടോ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയും മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാം എന്നതിന്റെ ഒരു തെളിവാണ്. ഈ ഒരു പ്രസ്താവനയാണ് സത്യത്തിലൂടെ ഒരു ചർച്ചയ്ക്ക് ഇടയുണ്ടായി. അതിനെപ്പറ്റി സമസ്തയുടെ നേതാവായ സത്താർ പന്തലൂർ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിൽ പ്രത്യേകിച്ച് അപകടമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ: കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടികൾ കേരളത്തിലുണ്ട്. CPI ഉണ്ട്, CPM ഉണ്ട്. അതിന് പുറമെ CMP, RSP തുടങ്ങിയിട്ടുള്ള വേറെയും കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മാർക്സിസ്റ്റ് ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതിലൊക്കെ ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാള് കെ ടി ജലീലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാള് മതത്തിന്റെ ഒരു മേമ്പൊടി, അതിന്റെ ഒരു പ്രത്യേക പരിവേഷം തന്റെ പാർട്ടി മെമ്പർഷിപ്പ്, താനും ഭാര്യയും മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മതപരമായ ഒരു പരിവേഷം കൊണ്ടുവന്നിരിക്കും. അതിന്റെ ആവശ്യമില്ല, അത് ശരിയല്ല. അങ്ങനെ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതെന്താണ്? കമ്മ്യൂണിസം എന്താണ്, മാർക്സിസം എന്താണ്, സോഷ്യലിസം എന്താണ് എന്നൊക്കെ വിശദീകരിച്ചുള്ള മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിനിന്റെയും ഒക്കെ പുസ്തകങ്ങള്, ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെയുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റവും ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ വരെ കമ്മ്യൂണിസത്തെ പറ്റിയും മതത്തെ പറ്റിയും മതവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് അംഗമായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ. അത് ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ്. ഒരു വിശ്വാസിക്ക്, ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എന്നല്ല, ഏതൊരു തരത്തിലുള്ള മതവിശ്വാസിക്കും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാൻ സാധ്യമല്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് മതനിഷേധത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ മതനിഷേധത്തിൽ, ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയം എന്ന നിലയിൽ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ,
ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ സാധ്യമല്ല എന്ന നിലയിൽ തന്നെയാണ് കേരളത്തിൽ ഇതുവരെ, ഇന്ത്യയിൽ ഇതുവരെ, ലോകത്ത് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചത്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സത്താർ തന്തൂരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. ഈ ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് പോലെ, ഇനി BJP പോലെ, ഇനി CMP പോലെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജനതാദൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്, അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുണ്ട് എന്നേ ഉള്ളൂ. അത് പേര് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസം ഉള്ളൂ. മറ്റ് അത് ആശയപരമായി, ദാർശനികമായി അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. കമ്മ്യൂണിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന നിലയിൽ ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാവുന്നതാണ്, CPM ചേർന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ഏതാണ്ട് ആ ഒരു കാര്യം ഇപ്പോ KT ജലീലും അംഗീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPIM എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് മതവിശ്വാസിക്ക് യാതൊരു തടസ്സവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്രശ്നം എവിടെ കിടക്കുന്നത്? കമ്മ്യൂണിസം എന്ന ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്തില്ല, അങ്ങനെ ഒരു ആശയപരമായ പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പ്രത്യേക സന്ദർഭം കൂടി അത് ഓർത്തു വെക്കേണ്ടതുണ്ട്. ഈ പിണറായി വിജയന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള താമരശ്ശേരി വന്നിട്ട് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുകയാണ്. അത് വിളിക്കാനുണ്ടായ കാരണം മത്തായി ചാക്കോ എന്ന് പറയുന്ന പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് മത്തായി ചാക്കോ അന്ത്യ കൂദാശ സ്വീകരിച്ചു. അദ്ദേഹം അസുഖമായിട്ട് കുറെ കാലം കിടപ്പായി. ആ അസഹകാലത്ത് അദ്ദേഹം അന്ത്യ കൂദാശ സ്വീകരിച്ചു എന്ന് ബിഷപ്പ് പറയുകയുണ്ടായി. അപ്പൊ അത് പറഞ്ഞതിൽ പ്രതിഷേധിച്ചൊരു പൊതുയോഗം തന്നെ സംഘടിപ്പിക്കുകയും ആ പൊതുയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മത്തായി ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ആ ബിഷപ്പിനെ അദ്ദേഹം നികൃഷ്ടജീവി എന്ന് വിളിക്കുകയുണ്ടായി. അത് പാർട്ടി നിലപാടാണ്. അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറയുകയാണ്. അതിന് അദ്ദേഹത്തെ മതവിശ്വാസിയായി അവസാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചതും പറഞ്ഞതും ഓക്കെ. പക്ഷേ ഈ അടുത്ത കാലത്ത് ആഗോള അയ്യപ്പ സംഗമം വേദിയിൽ വെച്ച് പിണറായി വിജയനെ വേദിയിലിരുത്തി വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത് പഴയ വിജയനല്ല, ഈ വിജയൻ എന്താണ്, വിശ്വാസിയാണ് ഈ വിജയൻ, മതവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ് ഈ വിജയൻ എന്ന് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മുന്നിലിരുത്തി പൊതുയോഗത്തിൽ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ട് പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ വിശ്വാസമാകാം കമ്മ്യൂണിസ്റ്റ്. അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ദാർശനികമായി, ആശയപരമായി കമ്മ്യൂണിസം എന്ന ആശയത്തെ അതിനെ CPIM കൈയൊഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് മതവിശ്വാസിയും അല്ലാത്ത ആളുകൾക്കുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാം. ഇവിടെ KT ജലീൽ ചെയ്യുന്ന ഒരു വലിയ ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം ഒരു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള സിമി എന്ന സംഘടനയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൽ നിന്ന് പതുക്കെ അദ്ദേഹം മുസ്ലിം ലീഗിൽ വരികയും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി തീരുകയും. അപ്പൊ അദ്ദേഹം അത് ആ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് തന്നെ പാർട്ടിക്കകത്ത്, യൂത്ത് ലീഗ് പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം കൊരമ്പയിൽ അഹമ്മദ് ഹാജി എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ട് മേലെ നിന്ന് താഴേക്ക് ഇറക്കി വന്ന ഒരാളാണ്. പക്ഷെ അതൊക്കെ ഒരു പല സംഘടനക്കകത്തും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ KT ജലീൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. എന്നാൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആവും എന്നൊരു അവസ്ഥ പാർട്ടി സംഘടനക്കകത്ത്. അപ്പോഴേക്കും സംഘടനക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും KT ജലീൽ സംസ്ഥാന പ്രസിഡന്റ് ആവില്ല എന്നൊരു സാഹചര്യത്തോട്, ഏതായാലും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അദ്ദേഹം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ കൺവീനറായി മാറി. ആ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്ത് അതിനുശേഷമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കാനും 2006 അദ്ദേഹം ഇടതു പിന്തുണയോടുകൂടി
കുറ്റിപ്പുറത്ത് മത്സരിക്കാനും ഇവിടെ. പക്ഷേ KT ജലീൽ ഈ കാലം അത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ തയ്യാറായില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് ജലീലിന് അതിനൊരു അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നതാണ്. അതായത് ജലീൽ ഒരു വിശ്വാസിയാണ്, അദ്ദേഹമാണല്ലോ പറയേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഒരു വിശ്വാസി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതിന് എന്തോ തടസ്സം ഈ കാലം അത്രയും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലായിരുന്നെങ്കിൽ 2006 നിയമസഭാംഗമായ അദ്ദേഹം ഈ 20 വർഷത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗമായി, ഔദ്യോഗിക അംഗമായി, പാർട്ടിയുടെ ഒരു ആളായി മാറേണ്ടതാണ്. പാർട്ടിയുടെ ആള് എന്ന നിലയിൽ തന്നെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയുടെ ഒക്കെ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത ആളാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് 20 വർഷവും അദ്ദേഹം അംഗത്വം എടുത്തില്ല? അപ്പൊ അദ്ദേഹത്തിന് അംഗത്വം എടുക്കാൻ പാടില്ലാത്ത, ഇതുവരെയും കഴിയാത്ത ഒരു കാര്യം, ഒരു സെറ്റപ്പാണ്, ഒരു സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM എന്ന് വേണം മനസ്സിലാക്കാൻ.